ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലെല്ലാം സാധാരണ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പൾസർ 150ൻ്റെ കാർബറേറ്റർ കണ്ടല്ലോ, ഫുൾ ഓവർഫ്ലോ ആണ്. പെട്രോൾ ഓണാക്കി വെക്കുമ്പോഴേക്കും ഫുള്ള് ഇങ്ങനെ ഓവറായിട്ട് ഓവർഫ്ലോൻ്റെ പൈപ്പ് കൂടെ പെട്രോൾ ഒഴിഞ്ഞു പോകുക എന്ന് കണ്ടില്ല. പിന്നെ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി മിസ്സിങ് മൈലേജ് ഷോർട്ടിങ് കാണുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളെ മിസ്സിങ് ആയാൽ വണ്ടി ഓവർഫ്ലോ വന്നാലൊക്കെ എങ്ങനെ നമുക്ക് അയച്ച് കാർബറേറ്റർ അയച്ച് റെഡിയാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിൽ പോകാം. ഓക്കെ, സാധനം നമ്മൾ ചെയ്യാൻ പോകുന്നത് പൾസർ 150ൻ്റെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് കവർ ഫസ്റ്റ് നമ്മൾ ചാവി ഉപയോഗിച്ചിട്ട് 2 സൈഡ് കവർ ഊരി വെക്കണം ഫസ്റ്റ്. ഇതിന് ശേഷം നമുക്ക് കാർബറേറ്റർ സിമ്പിളായിട്ട് പുറത്തേക്ക് ഊരാൻ കിട്ടും. അതിൻ്റെ ഉള്ളിലാണ് ഞെട്ട് വരിക. കാർബറേറ്റർ കണ്ടില്ലേ, ഒരു ഞെട്ട ഇതുമാണ് വരിക, ഒരു ഞെട്ട സൈഡിൽ വരിക. അതിൻ്റെ മുന്നേ നമ്മൾ പെട്രോൾ ഓഫാക്കിയിട്ട് പെട്രോളിൻ്റെ ഓസ് ഒന്ന് വെടുത്തിടണം. അതിന് ശേഷം നമ്മൾ ആസറ്റിൻ്റെ ഒരു കേബിൾ നോവ് വരുന്നുണ്ടാവും, അതിൽ ഞെട്ട് ഒരു ഇതും കൂടി വരും. അന്നിപ്പോൾ അതൊന്ന് ഒഴിവാക്കണം ഫസ്റ്റ്. എന്നിട്ട് വേണം നമുക്കൊരു കാർബറേറ്റർ കൂടണമെങ്കിൽ അത് നോവ് ആസറ്റ് കേബിൾ അതിൽ ഒഴിവാക്കിയതിന് ശേഷമാണ് നമുക്ക് ഒരു കാർബറേറ്റർ ഫിറ്റ് ചെയ്ത 2 ബോൾട്ട് ഉണ്ടാവും ഫ്രണ്ടോട്ടില്ല. ആ 2 ബോൾട്ട് നമുക്ക് എട്ടിൻ്റെ ഒരു റിങ് ഉപയോഗിച്ചിട്ട് ലൂസാക്കി എടുക്കണം. അതുകൊണ്ട് റിങ് ഒന്ന് ഉപയോഗിക്കാൻ നോക്കുക. ചിലപ്പോൾ സ്ലിപ്പൊക്കെ ആയി പോയാൽ പിന്നെ റിസ്ക് ആവും കണ്ടോ ഊരാൻ. അതുകൊണ്ട് ഡബിൾ എൻഡ് എന്ന് വെച്ച് അയക്കിയത് റിങ് എന്ന് വെച്ച് അയക്കണം, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും ഇങ്ങനെ കാർബറിൻ്റെ ഫ്രണ്ടിൽ 2 ഞെട്ട് വരും ബോൾട്ട്. അത് നമ്മൾ ലൂസാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ കാർബറേറ്റർ ലൂസാക്കി മൊത്തത്തിലും കൊണ്ട് ഊരി എടുക്കാണ്ടില്ല. ഇങ്ങനത്തെ 2 വരും. അതേപോലെ ആ സൈഡിലും വരും. അതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പെട്രോൾ ഓണാക്കി വെക്കുമ്പോൾ കണ്ടമാനം പെട്രോൾ ഓവർഫ്ലോൻ്റെ പൈപ്പിൽ കൂടെ ഒഴുകി പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ കാർബറേറ്ററിൽ സ്റ്റാർട്ടാക്കുന്ന നേരം പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നില്ല, മിസ്സിങ് ആണ്, മൈലേജ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് അയച്ചൊക്കെ കാർബറേറ്റർ കുറേ ക്ലീൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇതിനെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അടുത്തൊന്നും ക്ലീൻ ചെയ്തില്ല, അന്നിപ്പോൾ അത്യാവശ്യം ഓട്ടോ ഇല്ലാണ്. അതുകൊണ്ട് നമ്മൾ അയച്ചു നോക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കാർബറേറ്റർ അയച്ചിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കാർബറിൻ്റെ നേരെ വാക്വം പിസ്റ്റൺ ചെക്ക് ചെയ്യണം. കണ്ടില്ല, ഈ ഒരു വാക്വം പിസ്റ്റൺ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി നിർത്തിയിട്ടാൽ സ്റ്റാർട്ടാവില്ല, മിസ്സിങ് പ്രോബ്ലം വരും. നല്ല മിസ്സിങ് ആയിരിക്കും, വലിക്ക് പിന്നെ തിരെ വലി ഉണ്ടാവില്ല, വണ്ടിക്ക് പിക്കപ്പ് തിരെ ഉണ്ടാവില്ല. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റെക്കായി കളിക്കും. അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ വാക്വം പിസ്റ്റൺ കംപ്ലൈൻറ്റ് ആവും. പിന്നെ തീർച്ചയായും നിങ്ങളെ വണ്ടിയിൽ ഈ ഒരു കാർബറേറ്റർ അയക്കുമ്പോൾ ഈ വാക്വം പിസ്റ്റൺ തയ്യാറുണ്ടോ നോക്കണം. ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ ഫസ്റ്റ് ഒന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പുറമെ ഫുൾ അയക്കുക. അതിനെക്കൊണ്ടാണ് നമ്മൾക്ക് പെട്രോൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് പുറമെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ടോ. കേട്ടോ, നല്ലോണം പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം പിന്നെ ഫുള്ള് കരടാക്കൊണ്ട് നമ്മൾ അതൊന്ന് കുറച്ച് ചളിയൊക്കെ പോക്കിയിട്ട് എയർ അടിച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് എയർ അടിച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അയക്കുമ്പോൾ കൈമലത്തൊന്നും അങ്ങോട്ട് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പുറമെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇതുപോലത്തെ വീഡിയോസ് കണ്ടില്ല, നമ്മൾ എയർ അടിക്കുമ്പോൾ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കാർബറേറ്ററും ഇതൊക്കെ സർവീസ് കറക്റ്റ് കിലോമീറ്ററിൽ തന്നെ കാർബറേറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളിതൊക്കെ ഒരുപാടായി ക്ലീൻ ചെയ്തിട്ട്. ഇത് 2014 മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളെ വണ്ടി ഒരു 15,000-15,000ൻ്റെ ഉള്ളിലായിട്ട് കാർബറേറ്ററൊക്കെ അയച്ച് എയർ ഫിൽറ്റർ മൊത്തമായിട്ട് മാറ്റുന്നത് നല്ലതാണ്. ഇതിൽ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുന്നൊന്നും വീഡിയോ എടുത്തില്ല. നമ്മൾ അടുത്തൊരു ദിവസമായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ഇതെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓവർ ലാഗായി പോയതിനെ കൊണ്ടാണ് നമ്മൾ കൂട്ടുന്നതിന് ശേഷം നമ്മൾ ദൂരി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഫുൾ കരടായില്ല. കണ്ടില്ലേ, കാർബറേറ്റർ ഫുള്ള് കരടായി ബ്ലോക്കായി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചേമ്പറത്തെ ആ ഒരു കപ്പിൽ കരട് വരികയാണ്, നമ്മളെ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ഓവർഫ്ലോവും വരുന്നുണ്ട് കണ്ടമാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓവർഫ്ലോ ഈ ഒരു കരട് നമ്മളെ ഒരു നീഡിൽ കണ്ടില്ലേ, ആ ഒരു നീഡിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായിട്ടാണ് ഓവർഫ്ലോ വരുന്നത് കേട്ടോ. അതുകൊണ്ട് കാർബറേറ്റർ അങ്ങനെ എന്തോ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒരുവിധമൊക്കെ നമ്മൾ ഓവർഫ്ലോ റെഡി ആവും. എന്നിട്ട് റെഡി ആയില്ല നമ്മൾ ഈ ഒരു നീഡിൽ മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മളെ ടാങ്കൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കണം. ഈ ടാങ്കിൽ ഈ കരട്ടൊക്കെ വന്നാലാണ്, ആ കരടാണ് നമ്മൾ ഈ കാർബറിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ മാത്രം ക്ലീൻ ചെയ്ത് കാര്യമില്ല, നമുക്ക് ടാങ്ക് കൂടി അയച്ചൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ ഒരു ടാങ്കിൽ വലിയൊരു വിഷയമല്ല, നമ്മൾ പെട്രോളൊക്കെ നോക്കുമ്പോൾ ഒഴിഞ്ഞു നോക്കുമ്പോൾ വലിയ വിഷയമല്ല, ഇതല്ലാതെ ഓടിയതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളെ വണ്ടിയിൽ അങ്ങനെ കാർബറേറ്റർ മാത്രം ക്ലീൻ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ടാങ്കിൻ്റെ പ്രശ്നം. ഇന്നലെ കണ്ടല്ലോ പൂപ്പിലൊക്കെ കയറി ഡേഞ്ചർ ഹോൾസൊക്കെ അടിഞ്ഞെടുക്കണം. അതിനെക്കൊണ്ടാണ് മിസ്സിങ് മൈലേജൊന്നും തീരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങളെ വണ്ടി അടുത്തൊന്നും 15,000ൻ്റെ ഉള്ളിൽ നിന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ മിസ്സിങ്ങോ മൈലേജ് ഷോട്ടൊക്കെ ഉണ്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എയർ ഫിൽറ്ററും പ്ലഗൊക്കെ മാറ്റിയിട്ട് കണ്ടില്ലേ, 2 ജെറ്റും അയച്ചിട്ട് 2 ജെറ്റും ചെക്ക് ചെയ്യണം. ആ ഒരു ഹോൾസൊക്കെ നമ്മൾ ക്ലിയർ ആയി കൊടുക്കണം. ആ ഹോൾസ് നമ്മുടെ ബ്ലോക്കൊക്കെ ആയാലാണ് മൈലേജ് ഷോർട്ടിങ് മിസ്സിങ് കംപ്ലൈൻ്റ് ഒക്കെ വരിക. പിന്നെ നമ്മൾ
ഇത് കാർബറ്റർ അയക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ ഈ വാക്വം പിസ്റ്റൺ ഒന്ന് അയച്ച് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ആ വാക്വം പിസ്റ്റൺ നമ്മളൊന്ന് അയച്ചു നോക്കണം. അതിൻ്റെ നേരെ മുകളിലാണ് വാക്വം പിസ്റ്റൺ വരിക. ഈ വാക്വം പിസ്റ്റണിന് കംപ്ലയിൻറ്റ് വന്നാലും നല്ല ഒരു ഇത് വണ്ടി കാണിക്കൂട്ടോ സ്വഭാവം. നമ്മൾ ആ വണ്ടി തിരെ വലിക്കൂല, പിന്നെ സ്ലോ വർക്കിങ്ങിൽ നിൽക്കില്ല, വണ്ടി ഇടയിൽ നിർത്തിയിട്ട് സ്റ്റാർട്ട് ആകാനുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റിയതാണ് ഓൾഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോയാൽ വണ്ടി സ്റ്റക്കാവും, വണ്ടി മൂവ് ചെയ്യൂല, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ വരും. അതുകൊണ്ട് ഈ ഒരു ഞാൻ പിന്നെയും പറയുന്നത് ഈ കാർബറേറ്റർ CSP ഈ ഒരു കാർബറേറ്ററിൽ കൂടുതൽ ഈ വാക്വം പിസ്റ്റൺ വരുന്ന കാർബറേറ്ററിൽ ഈ ഒരു കംപ്ലയിൻറ്റ് നല്ലോണം കാണിക്കുന്നുണ്ട്. അതിനെക്കൊണ്ടാണ് പൾസറിൻ്റെ ഒക്കെ വാക്വം പിസ്റ്റൺ നമ്മൾ എത്രയോണം മാറ്റിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു വാക്വം പിസ്റ്റൺ കംപ്ലയിൻ്റ് ആയ നിർബന്ധമായി നിങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ കാർബറേറ്റർ മാത്രം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു പവർ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശേഷം നമ്മളൊരു ജെറ്റ് അയച്ചിട്ട്, വലിയ ജെറ്റ് അയച്ചിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനുള്ള പൂപ്പലൊക്കെ ഒന്ന് പോകാൻ. ഇതിന് ശേഷം അതിൻ്റെ ഓൾസ് നമ്മൾ ക്ലിയർ ആയി കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ വയറിൻ്റെ ഉള്ളിലെ കമ്പി ഉണ്ടാവില്ല, ഒരു കമ്പി എടുത്തിട്ട് എല്ലാ ഓൾസും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓലാകെ ഇങ്ങനെ വെച്ച് സ്പീഡാക്കിയതാണ്, അല്ലെങ്കിൽ ഇപ്പം എന്നാൽ കൊണ്ടില്ലേ 15 മിനിറ്റോളം വീഡിയോസ് ഉണ്ട്, അതിനെ കൊണ്ട് കുറച്ച് സ്പീഡാക്കിയാണ്. പിന്നെ എയർ ഫിൽറ്റർ ഇതൊക്കെ മാറ്റിൻ്റെ കൊടുക്കാനാവായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ കുറേ ലാഗാവും വീഡിയോ. അതിനെ കൊണ്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും, അടുത്ത ഇതിൽ ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ചെറിയ ജെറ്റ് അതുപോലെ തന്നെ കത്തി എടുത്ത് നല്ല വരണ്ടി പൂപ്പലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കത്തി ആകുമ്പോൾ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പോകുന്നതിന് ശേഷം നമ്മൾ ആ ചെറിയ കമ്പി ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലോക്ക് തുറന്നു കൊടുക്കാണ്ടില്ലേ, ആ ചെറിയ ഹോൾസ് കൂടെ എല്ലാ ഹോൾസും കൂടെ ഒന്ന് ഇറക്കി കൊടുക്കുക, എന്നാലേ ഈ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് എയർ അടിക്കുന്നുണ്ട്. അന്നപ്പോൾ തൽക്കാലം നമ്മൾ പെട്രോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് എയർ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ എയർ അടിക്കാത്തത്. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലോട്ട് നല്ല കണ്ടീഷനായി ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ടാക്കണം, നല്ല പിടിച്ച് ക്ലീൻ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് അയക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ അയക്കുമ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക ഇങ്ങനെ അയക്കുന്നതെന്നൊക്കെ. അത്യാവശ്യം നിങ്ങൾ മെക്കാനിക്കോ പഠിച്ച ആളാണെങ്കിൽ കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളൊരു നീഡിലാണ്, ഈ നീഡിൽ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഓവർഫ്ലോ ഒക്കെ വരാൻ സാധ്യത ഉണ്ട്, ശ്രദ്ധിച്ചു കൊടുക്കണം. അതിൻ്റെ നീഡിൽ ഈ ഒരു നീഡിൽ ഈ പൊടിയൊക്കെ ഇറങ്ങുമ്പോഴാണ് ഈ പെട്രോൾ ഓവർഫ്ലോ വരിക. അപ്പോൾ ഈ ടാങ്കിൽ കൂടെ പെട്രോൾ കൂടെ ഇറങ്ങുമ്പോൾ പെട്രോൾ നേരിട്ട് ഈ ഒരു നീഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് പെട്രോൾ നമ്മളെ കാർബണിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ സ്റ്റക്കായി പോയിക്കുന്ന കല്ലോ ചെറിയ ഇതൊക്കെ നമ്മൾ ടാങ്കിലത്തെ കരടൊക്കെ ഇറങ്ങിയാൽ ഓവർഫ്ലോ വരാൻ സാധ്യത ഉണ്ടാകും, ശ്രദ്ധിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു കാർബറേറ്റർ അയച്ച് ഉള്ളിൽ നല്ലോണം പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് എയർ അടിച്ചാൽ മതി. അതുകൊണ്ട് ആ ഹോൾസും ഇതൊക്കെ നമ്മൾ നല്ലോണം അതിൻ്റെ ഉള്ളിലും സൈഡിലും ഉള്ളിലൊക്കെ എയർ അടിക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ പെട്രോൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് എയർ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഈ ഒരു വാക്വം പിസ്റ്റണിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ ആ ഒരു കാര്യം നല്ല ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മളെ പൾസറിലൊക്കെ കൂടുതൽ പൾസർ ഷൈന് അങ്ങനത്തെ വണ്ടി കൂടുതലും ഈ ഒരു വാക്വം പിസ്റ്റൺ കംപ്ലയിൻ്റ് ആയ വണ്ടി തിരെ വലിക്കില്ല കേട്ടോ, വലിയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആ വാക്വം പിസ്റ്റണിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഫുള്ള് കച്ചറായിട്ട് ചളിയൊക്കെ എടുക്കുക. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു വാക്വം പിസ്റ്റൺ ഒന്നും നമ്മൾ കാർബറേറ്റർ അയക്കുമ്പോൾ ചെക്ക് ചെയ്യാം. നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ് വാക്വം പിസ്റ്റൺ കേട്ടോ. ഏകദേശം ഒരു ഈ ഒരു കംപ്ലയിൻ്റ് ഒക്കെ തോന്നുമ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് കാർബറേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാൻ പറയാം മെക്കാനിക്കിനോട്, നല്ലപോലെ നോക്കി തരും. പിന്നെ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചേമ്പറത്തെ അതിൽ ഫുള്ളായിക്കാണ്, അതിൽ കരടും കണ്ടമാനവും ബ്ലോക്കായി കിടക്കണം. അപ്പോൾ ആ ഒരു ഇത് നല്ലോണം കമ്പിയൊക്കെ ഉപയോഗിച്ച് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ പോക്കിയിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിലാണ് നമ്മളെ പെട്രോൾ വന്ന് നിൽക്കുക. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ മുകളിലോട്ട് വലിച്ചെടുക്കുക എയറിൻ്റെ കൂടെ. അന്നിപ്പോൾ അതിൻ്റെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളുണ്ടോ നോക്കണം. നമ്മൾ എയറൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ ആ നീഡിലും ഇതൊക്കെ തെറിച്ച് പോകാൻ സാധ്യത ഉണ്ടാവും, ശ്രദ്ധിച്ച് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ട് അയക്കുകയാണെങ്കിൽ അതൊന്നും വേണ്ടില്ല, ഇത് നല്ല കണ്ടീഷനായി. അതുപോലെ നമ്മളെ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ വാക്വം പിസ്റ്റണിൻ്റെ ടോപ്പ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അതും നല്ലോണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് കരടായി കിടക്കുകയാണ്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ. അതിന് ശേഷം നമുക്ക് എയർ അടിക്കണം. എയർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ അതിൻ്റെ അടുത്ത് മറ്റു ബാക്കിയുള്ള സാധനങ്ങളൊന്നും വർക്ക് ചെയ്ത് തന്നപ്പോൾ നീഡിലും കാര്യങ്ങളൊക്കെ തെറിച്ച് അതിനെ സ്വീപ്പാവും കിട്ടാൻ അതിൻ്റെ ജെറ്റും കാര്യങ്ങളൊക്കെ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അവർ
കാർബൻ്റെ ഹോൾസ് എല്ലാം ക്ലിയർ ആയി കൊടുക്കണ്ടില്ലേ, എല്ലാ ഹോൾസും കൂടെ നമ്മൾ എയർ അടിച്ചു കൊടുക്കുക. ഏതെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ മണ്ണോ അങ്ങനത്തെ എന്താ ചളിയൊക്കെ ഉണ്ടോ പോകാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാനാണ് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കല്, അതിനെക്കൊണ്ടാണ് നിങ്ങൾ കൂടെ കാണിച്ചിരുന്നത്. അതിന് ശേഷം നമുക്ക് ആ ഒരു ചെറിയ എല്ലാ ജെറ്റും ഒന്ന് എയർ അടിച്ചു കൊടുക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നറിട്ട് ക്ലീൻ ചെയ്തിരുന്നാലും നമ്മൾ ഒന്നുകൂടി വൃത്തിയാൻ വേണ്ടി. അതിന് ശേഷം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ വലിയ ജെറ്റ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ചെറിയ വാലിറ്റ് ജെറ്റ് ഫിറ്റ് ചെയ്യേണ്ടി. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്ലോട്ടും നീഡിലൊക്കെ ഫിറ്റ് ചെയ്യാൻ. അന്നപ്പോൾ അതും ചെറുതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലൂടെയാണ് പെട്രോൾ ഇറങ്ങി വരാണ്ടില്ലേ. അന്നപ്പോൾ ഈ ഒരു എന്തെങ്കിലും ചെറിയ പൂപ്പലോ എന്തോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് റൗണ്ട് ഫിനിഷിങ് ആയി കൊടുക്കുന്നത്. അപ്പോൾ നല്ല എന്തെങ്കിലും ചെറിയ പൂപ്പലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് നിങ്ങളെ വണ്ടിക്ക് ഓവർഫ്ലോ ഒക്കെ നിന്നില്ല, ഈ ഒരു ഇത് ചെയ്ത് നോക്കുമ്പോൾ ഒരു വിധം ഇതിൽ മാറി കിട്ടുന്നതാണ്. അതിൻ്റെ ചെറിയ കണ്ടില്ല ആരും ബ്ലാക്ക് മാർക്കാണ് അവിടെ പോയി ടോപ്പ് ബ്ലോക്ക് ചെയ്യുക പെട്രോളിൽ ഓവർ ഫില്ല് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ അവരെല്ലാം കൊണ്ട് ഉള്ളോടിലെ ഭാഗമാണ് നമ്മൾ അയക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം അങ്ങനെ ഈ ഒരു മോഡലാണ് നമ്മളെ നീഡിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് നീഡിൽ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു പിന്നുണ്ട്, പിന്നെ ഫ്ലോട്ടിൻ്റെ പിന്ന് വെച്ചിട്ട് അവിടെ ലോക്കാക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കാണ്ടില്ലേ. അന്നപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കുമ്പോൾ ആ ഒരു ഫ്ലോട്ടും നീഡിലും അവിടെ ഫിറ്റായി, പിന്നെ അവിടെ നിന്ന് ഒഴിവാകില്ല. അപ്പോൾ ഈ ജെറ്റുകളൊക്കെ ടൈറ്റ് ആയിക്കുന്നത് നിർബന്ധമായി ഒന്ന് നോക്കണം. അതിന് ശേഷം നമുക്ക് ഈ ഒരു കപ്പ് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്ത് അത് ഒരു ഗാഡിയിൽ വരണോ ഓറിങ്ങൊക്കെ കഴിയുമ്പോഴുണ്ടോ നോക്കണം. അതിന് ശേഷം നമുക്ക് അവർ 2 ഞട്ടെടുത്തിട്ട് താഴത്ത് ഫിറ്റ് ചെയ്യണം. ചേമ്പറത്തെ ആ ഒരു കപ്പിൻ്റെ ബോൾട്ട് രണ്ടും ഫിറ്റ് ചെയ്ത് ടൈറ്റായി കൊടുക്കണം. ടൈറ്റായി കൊടുത്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് പിന്നെ വാക്യൂം പിസ്റ്റൺ സെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ടൈറ്റായി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വാക്യൂം പിസ്റ്റൺ സെറ്റാൻ. അന്നപ്പോൾ താഴെ ഫുള്ള് ടൈറ്റായി കൊടുക്കുക. നല്ലതുപോലെ ടൈറ്റായി കൊടുത്തിട്ട് വാക്യൂം പിസ്റ്റണിൻ്റെ ഭാഗം നമ്മൾ ഒരു കട്ടിങ് വരുന്നു വാക്യൂം പിസ്റ്റൺ, അത് ശ്രദ്ധിക്കണം. ഒരു വാക്യൂം പിസ്റ്റണിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഓറിങ് പുറത്താണ്ട് ഒരു പുറത്തേക്കായി കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കട്ടിങ്ങും ഉണ്ടാവും നമ്മളെ ഈ ഒരു കാർബൻ്റെ ടോപ്പിൽ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല ഒരു സൈഡിലായിരിക്കും ഒരു കട്ടിങ് വരിക. ആ കട്ടിങ്ങാണ് നമ്മൾ അതിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം. അല്ലാതെ ഫിറ്റ് ചെയ്താൽ നമ്മളെ ഈ ഒരു വണ്ടി സ്റ്റാർട്ടാവില്ല കേട്ടോ, അത് നേരെ ഓപ്പോസിറ്റ് ആവും. അതിൻ്റെതായ എടുത്തിട്ടുണ്ട്. ആ ഒരു കട്ടിങ്ങിൽ തന്നെ ഈ ഒരു വാക്യൂം പിസ്റ്റൺ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കണം, അല്ലെങ്കിൽ വണ്ടി എങ്ങനെ നോക്കിയാലും സ്റ്റാർട്ടാവില്ല, ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളൊരു സ്പ്രിങ് ഇട്ടതിന് ശേഷം വാക്യൂം പിസ്റ്റണിൻ്റെ മുകളിൽ വെച്ചിട്ട് മുകളിലെ കപ്പ് ടൈറ്റ് ആക്കണം. അന്നുമ്പോൾ ഇത് ആ സ്പ്രിങ് ഇടാണ്ടായാലും പ്രയാസമാട്ടോ, മിസ്സിങ് വണ്ടി സ്റ്റാർട്ടാകാൻ പ്രയാസമാണ്, ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഫിറ്റ് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ ഈ ഒരു റൊട്ടേഷൻ വരുന്നുണ്ടോക്കണേ. നമ്മൾ വാക്യൂം പിസ്റ്റൺ താഴോട്ടും മുകളിലോട്ടും ഫ്രീ ആയിട്ട് നിൽക്കണം, സ്റ്റെക്കായി ഒന്ന് നിൽക്കിയത് ശ്രദ്ധിക്കണം. ആ ഒരു ബോൾട്ട് നല്ലോണം ടൈറ്റ് ആയ ശേഷം നമുക്കൊരു വാക്യൂം പിസ്റ്റൺ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഒരു സ്പ്രിങ് ആക്ഷനാണില്ലേ, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആസറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെ താന്നും പൊന്തി കളിക്കുകയാണ്. അപ്പോൾ അതിൽ സ്റ്റെക്ക് വന്നാലാണ് നമ്മളെ ഈ ഒരു മിസ്സിങ്ങും കംപ്ലൈൻറ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാണ് കണ്ടീഷനായി നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കാർബറേറ്റർ. അപ്പോൾ അതിന്മേലൊരു ഇതുണ്ടാവും, ഒരു സ്ലീവ് പോലത്തെ ഒരു ലോക്ക് ഉണ്ടാവും. നമ്മളെ ക്ലാമ്പ് ബാക്ക് ടൈറ്റായി നിൽക്കാനാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക ഫിറ്റ് ചെയ്യുമ്പോൾ. ഫസ്റ്റ് നമ്മൾ ബാക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ബാക്ക് ഫിറ്റ് ചെയ്തിട്ട് ക്ലാമ്പ് ടൈറ്റ് ആയി കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ അയച്ചപ്പോൾ തന്നെ 2 8-ൻ്റെ ബോൾട്ട് ഫിറ്റ് ചെയ്ത് ടൈറ്റായി കൊടുക്കണം. അതിന് ശേഷം ആസറ്റിൻ്റെ ആ ഒരു നോർമൽ ഫിറ്റ് ചെയ്യാണ്ട് നമ്മൾ കാർബൻ്റെ ആസറ്റ് കേബിൾ കഴിയുമ്പോൾ ഫിറ്റ് ചെയ്തില്ല, ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ആസറ്റ് കേബിൾ വരുന്ന ഭാഗം ചെറിയ നോ ഉണ്ടാവും. ഇത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ വിചാരിച്ചാണ്. അതിപ്പോൾ ആ സൈഡിൽ 2 ബോൾട്ടും ടൈറ്റ് ആക്കിയ ശേഷം നമുക്ക് ആസറ്റിൻ്റെ ഈ ഒരു കേബിളിൻ്റെ ഇതാകുമ്പോൾ ഫിറ്റ് ചെയ്യണം. കണ്ടില്ലേ, അപ്പോൾ അത് നമ്മൾ അയച്ച പോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്ത് ചെറിയൊരു പ്ലേ വെക്കണം കേട്ടോ നമ്മൾ ആസറ്റിൻ്റെ, അല്ലെങ്കിൽ ഓവർ റേസിങ് വരാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അതെല്ലാം ഫിറ്റ് ചെയ്ത് ഓക്കെ അയക്കുന്നത്. അതിനുശേഷം ഇനി പെട്രോളിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കണം. പെട്രോൾ കുറച്ച് ഓണാക്കി വെച്ച് നോക്കുക കേട്ടോ.
ഓവർഫ്ലോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവില്ല. ഒന്ന് പേസറ്റൊക്കെ ഫ്രീ ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ പെട്രോൾ പൈപ്പ് കൊടുത്തിട്ട് അവർ ആദ്യം ഓവർഫ്ലോൻ്റെ ഒരു പൈപ്പ് പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കാം. അത് സെൻസറാണ്. സെൻസർ നമ്മളെ ആസിഡിൻ്റെ RPMൻ്റെ ഇത് വരുന്ന സെൻസറാണ്. അത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പെട്രോൾ പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയിലെ കാര്യം നോക്കാൻ. ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഓണാക്കിയതിന് ശേഷം പെട്രോൾ ഓവർഫ്ലോ വരുന്നുണ്ടോ എന്ന് 5 മിനിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൽ ഓവർഫ്ലോ ഒന്നും വന്നില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ വണ്ടി എങ്ങനെയുണ്ട്, നമുക്ക് മിസ്സും കാര്യങ്ങളൊക്കെ പോയോ ഒക്കെ നോക്കിയിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഓവർഫ്ലോ ഒന്നുമില്ല, കറക്റ്റായി. അത് പൂപ്പലും മണ്ണും കരട്ടൊക്കെ കയറിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെ വണ്ടിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ കാർബറേറ്റർ മാത്രം നോക്കി കാര്യമില്ല, ടാങ്ക് കൂടിയും ക്ലീൻ ചെയ്ത് കൊടുക്കണം. ടാങ്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കണം. നമ്മൾ ഇതിൽ കുഴപ്പമില്ലായിട്ടാണ് ആ ഒന്ന് കാണിക്കാത്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇനി നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഒറ്റയടിക്ക് സ്റ്റാർട്ടായി, കുഴപ്പമൊന്നുമില്ല. ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.